2 തിമോത്തിയോസ് 2-8 വചനത്തിൽ പൗലോസ് എഴുതുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ചു ഉയർത്ത് യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാണ് എന്റെ സുവിശേഷം. വെരി സിമ്പിൾ. യേശുവിനെ ഓർത്തുകൊള്ളുന്നതാണ് സത്യ സുവിശേഷം. അതിന് എതിരായുള്ള മനുഷ്യർക്ക് മാനുഷികമായി മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത് വിപരീത സുവിശേഷം. മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൽ മറുരൂപമലയിൽ നിന്ന് എലിജ, മോശെ, യേശു കർത്താവ് പത്രോസ് കണ്ടപ്പോൾ തന്റെ ബുദ്ധിയിൽ ഒന്ന് അളന്നു നോക്കി വെളിപ്പെടുത്തുന്നു, യജമാനനെ അങ്ങക്ക് സമ്മതമുണ്ടെങ്കിൽ നമുക്ക് 3 കുടിലടിക്കാം. ഇതാണ് വിപരീത സുവിശേഷം. ആമേൻ. 1-ൽ അധികം കുടിൽ അടിച്ചു കളയരുത്. എടത്തുവയിൽ ഒരു കുടിൽ, വേളാങ്കണ്ണിയിൽ ഒരു കുടിൽ, ഗുരുവായിൽ ഒരു കുടിൽ, ആറ്റുകാലിൽ ഒരു കുടിൽ പോരും വേണ്ടാമെന്ന് ഒന്നുകൂടെ യേശുവിന്റെ മുമ്പിൽ ഒരു കുടിൽ. ഈ കുടിൽകൾ ഒക്കെയും ഒട്ടുമൊത്തം ചേർത്ത് നിന്റെ ഭവനത്തിൽ കൊണ്ടുവരുന്നത് നിന്റെ തലമേലും നിന്റെ തലമുറയുടെ തലമേലും ശാപത്തിന്റെ കൂടാരങ്ങളാണ്. ഹല്ലേലൂയ. വിപരീത സുവിശേഷം അറിയിക്കുന്നവനും അനുസരിക്കുന്നവനും ശപിക്കപ്പെട്ടവൻ. അങ്ങനെ കുടിലടിക്കുവാൻ എത്തനിച്ചപ്പോൾ സ്വർഗം ഒരു കാര്യം വെളിപ്പെടുത്തി കൊടുക്കുന്നു. അതാണ് പൗലോസ് എഴുതുന്നത്. എഫേസ്യർ 3-ാം അധ്യായം 3-ാം വചനത്തില് ദൈവത്തിന്റെ വെളിപ്പാടിനാൽ ലഭിച്ച ദൈവകൃപ യേശു. ആമേൻ, ആമേൻ. സ്വർഗത്തിലെ ദൈവത്തിന്റെ വെളിപ്പാടിനാൽ ലഭിച്ച ദൈവകൃപ യേശു. 3 കുടിലടിക്കുവാൻ പത്രോസ് ഒരുങ്ങിയപ്പോൾ സ്വർഗം തുറന്ന് മത്തായി സുവിശേഷം 17-ാം അധ്യായം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന 5-ാം വചനത്തിൽ ദൈവത്തിന്റെ ശബ്ദം, ദൈവം വെളിപ്പെടുത്തിയ വെളിപ്പാട്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ. അപ്പോൾ ആ അധ്യായം, ആ പാരഗ്രാഫ് അവസാന വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന 8-ാം വചനത്തിൽ യേശുവിന് മാത്രമല്ലാതെ മറ്റാരെയും കണ്ടില്ല. കരമുയർത്തി കൈകളെ തട്ടി. അതാണ് സത്യ സുവിശേഷം. Knowledge by revelation, not knowledge by sense. Knowledge by sense ജഡ രക്തങ്ങൾ വെളിപ്പെടുത്തി തരുന്നത് അല്ല. Knowledge by revelation, ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് സുവിശേഷം. ആമേൻ, ഹല്ലേലൂയ. ആ സുവിശേഷമാണ് ക്രിസ്തു, യേശു ക്രിസ്തു, യേശു ക്രിസ്തു. ദാവീദ് രാജ എഴുതുന്നു, അവൻ മാത്രം ദൈവമാകുന്നു. അന്ധകാരം പിടിച്ച ഒരു മേഖലയിൽ ഞാനൊരു ഐക്യ സുവിശേഷം സമ്മേളനം പ്രസംഗിക്കുവാൻ പോയി. പ്രസംഗം തുടങ്ങി. എന്റെ രക്ഷിതാവ് എന്റെ അടുക്കൽ വന്ന് ഒരു റെവല്യൂഷൻ കറക്റ്റായി എനിക്ക് കാണിച്ചു തന്നു. ഒരു സ്ത്രീയുടെ പേര് വിളിക്കുവാൻ എന്റെ നാക്കിൽ ആ പേര് തന്നു. അവിടെ ചരിത്രം എനിക്ക് വെളിപ്പെടുത്തി തന്നു. ഞാൻ ആ റെവല്യൂഷൻ കേട്ട് ഞാൻ കരഞ്ഞുപോയി. 8 ആൺകുട്ടികളെ പ്രസവിച്ച അമ്മ, 8ഉം മരിച്ചു. 8 മക്കളെ പ്രസവിച്ചവൾ, 8 ആൺകുട്ടികളെ പ്രസവിച്ചവൾ, 8ഉം മരിച്ചു. അതിന്റെ അടയാളം, രാത്രി ഉറങ്ങുമ്പോൾ ഒരു സർപ്പം വന്ന് അവളുടെ അടുക്കൽ കിടക്കും. അന്ന് ഒരു കുട്ടി ചാകും, ഒരു മകൻ ചാകും. അങ്ങനെ 8 പേരും മരിച്ചു. ആ കൺവെൻഷൻ തുടങ്ങി. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, അവളെ രക്ഷിക്കുവാനാണ് ആ കൺവെൻഷൻ കർത്താവ് അവിടെ ക്രമീകരിച്ചത്. ദൈവം പേർ ചൊല്ലി വിളിച്ച് അവസ്ഥ വെളിപ്പെടുത്തി, മകളെ
വിപരീത സുവിശേഷം അനുസരിക്കുന്ന മകള്, ഇന്ന് സത്യ സുവിശേഷത്തിന്റെ നാടൻ യേശു നിന്റെ ഭവനത്തിൽ കടന്നു വരുന്നു. No serpent will enter hereafter. ഇനി ഒരു പാമ്പും നിന്റെ കിടപ്പിടത്തിൽ പ്രവേശിക്കുകയില്ല. മരണം മാറിപ്പോകുന്നു. അതിനുശേഷം അവർ ഒരു മകനെ എടുത്തു വളർത്തി. ആ കുട്ടി ഇന്ന് ജീവനോടുണ്ട്. അവർ എൻ്റെ കാല് പിടിച്ച് കരയും, ബ്രദർ, നിങ്ങളൊരു 5 ആണ്ടിന് മുമ്പ് ഇവിടെ സുവിശേഷം വന്നിരുന്നെങ്കിൽ എൻ്റെ മക്കൾ ചാകുകയില്ലായിരുന്നു. ഇവർക്ക് വേണ്ടിയാണ് എൻ്റെ പ്രസംഗം, വയറന്മാർക്കുള്ളതല്ല. ടിവിയിൽ കൂടി ശ്രദ്ധിക്കുന്നവൻ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ഭയത്തോട് വേണം ശ്രദ്ധിക്കുവാൻ. ഇത് തീയാണ്. വിപരീത സുവിശേഷം ശാപം കൊണ്ടുവരും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. நல்லவனே வல்லவனே பொன்னு காண்டனே அல்லல் தீர்க்க என்னும் வந்து சேர்த்திடுமென்னே. நல்லவனே வல்லவனே பொன்னு காண்டனே அல்லல் தீர்க்க என்னும் வந்து சேர்த்திடுமென்னே. തുല്യമില്ല മോടത്തോട് വീണകളേണ്ടി, തുല്യമില്ല മോടത്തോട് വീണകളേണ്ടി. ഹല്ലേലൂയ ഗാനം പാട് വാണിടുവാനാ, ഹല്ലേലൂയ ഗാനം പാട് വാണിടുവാനാ. ശ്രേഷ്ഠമേറും നാട്ടിലെന്റെ വാസമാക്കുവാൻ ശോഭയേർ വീടെനിക്കൊരുക്കിടുന്നവേ. ശ്രേഷ്ഠമേർ നാട്ടിലെന്റെ വാസമാക്കുവാൻ ശോഭയേർ വീടെനിക്കൊരുക്കിടുന്നവേ. കൈകളാൽ തീർക്കാട്ടനിട്ട് പാർപ്പിടം തന്നിൽ കൈകളെ ഉയർത്തി കൈകളെ തട്ടി വാണിടുന്ന നാളിനായി നോക്കി പാർക്കുന്നേ. വാണിടുന്ന നാളിനായി നോക്കി പാർക്കുന്നേ. ആമേൻ. യേശുവോട് ചേർന്നിരിപ്പ എത്ര മോദമേ. യേശുവിന ജീവിക്കുന്ന എത്ര ഭാഗ്യമേ. ആമേൻ. കൈകളെ ഉയർത്തി കൈകളെ തട്ടി ആത്മാവിൽ നിറഞ്ഞ് ടീ 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 വിപരീത സുവിശേഷം അനുസരിച്ചത് മുഖാന്തിരം ശാപത്തിനടിമപ്പെട്ട് ചില ഭവനങ്ങൾ കള്ളുകടകളാണ്. പുണ്യവാളന്മാരുടെ കിടങ്ങുകൾ ചിലരുടെ ഭവനം കള്ളുകടകളാണ്. ആത്മഹത്യയുടെ കൂടാരങ്ങളാണ്. ആൾ ദൈവങ്ങളുടെ കിടങ്ങുകൾ ആത്മഹത്യയുടെ കൂടാരങ്ങളാണ്. എന്റെ ദൈവമേ, ഈ ജനത്തെ രക്ഷിക്കണമേ. ആൾ ദൈവങ്ങളുടെ അടുക്കൽ നിന്ന്, പുണ്യമാളന്മാരുടെ അടുക്കൽ നിന്ന്, വിപരീത സുവിശേഷത്തിൽ നിന്ന് ഈ ജനത്തെ രക്ഷിക്കണമേ. ശാപം മാറുന്നു. ശാപചങ്ങലകൾ പൊട്ടുന്നു. ശാപചങ്ങലകൾ പൊട്ടുന്നതാണ്. ശാപചങ്ങലകൾ പൊട്ടുന്നതാണ്. ശാപചങ്ങലകൾ പൊട്ടുന്നതാണ്. ടീ 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 ടീ. ആത്മഹത്യ ചിന്ത കർത്താവ് അറുത്ത് മാറ്റുന്നു. ടീ ആത്മഹത്യ പദ്ധതികൾ, പ്ലാനുകൾ യേശു അറുത്ത് മാറ്റുന്നു. ശാപം മാറുന്നു. കൊച്ചുകുട്ടികൾ, ചില കൊച്ചുകുട്ടികളെ കർത്താവ് എനിക്ക് കാട്ടുന്നു. ശാരീരികമായി അബ്നോർമൽസി, കണ്ണ് കാഴ്ചയിൽ, ഹൃദയത്തിന്റെ വാൽവിൽ, നടപ്പിൽ, കൈകാല് പ്രവർത്തനങ്ങളിൽ അബ്നോർമൽസി അനുഭവിക്കുന്ന കുഞ്ഞു കുട്ടികളെ കർത്താവ്
തൊട്ട് ഇപ്പോൾ സഭയ്ക്ക് നൽകുന്നു അപ്പന്മാർ ചെയ്ത പാപം ദൈവം എഴുതി തള്ളുന്നു. ടീ 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 അഭിഷേക ടീ. 2 ആവർത്തനം 27:17 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന കൂട്ടുകാരന്റെ അതിർ നീക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. കൂട്ടുകാരന്റെ അതിർ നീക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ദൈവാത്മാവ് ഈ വചനത്തിൽ 2 തരത്തിലുള്ള വ്യാഖ്യാനം എനിക്ക് തരുന്നു. ഒന്ന്, സദൃശവാക്യം 22-28 നിന്റെ പിതാക്കന്മാർ ഇട്ടിരിക്കുന്ന പണ്ടത്തെ അതിർ ബൗണ്ടറി നീ മാറ്റരുത്. അത് സ്വാഭാവികമായുള്ള വ്യാഖ്യാനം. രണ്ടാമത്തെ ആത്മീയ വ്യാഖ്യാനം, ദൈവജനം ശ്രദ്ധിച്ച് കേൾക്കണം, നിന്റെ ജീവിതത്തിൽ ഒരു അതിരുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. Hallelujah. There is a limit and discipline in your life. For a Christian life, there is discipline, there is boundary, there is limit. ക്രിസ്തീയ ജീവിതത്തിൽ സഹോദര സഹോദരി ഒരു അതിര് ഉണ്ട്. അതിര് കടക്കരുത്, ശാപം വരും. ആമേൻ. അതിര് കടന്നാൽ, ദൈവം വച്ചിരിക്കുന്ന അതിര് നിന്റെ ജീവിതത്തിൽ കടന്നാൽ നിന്റെ കുടുംബത്തിൽ ശാപം വരും. ആർത്തി ഉള്ളവനാണ് അതിര് കടക്കുന്നത്. ആമേൻ. ദാവീദിന് ഭയങ്കര ആർത്തി. ദൈവം ഒരു സുന്ദരിയെ കയ്യിൽ കൊടുത്ത് ഇവൻ എട്ടി നോക്കി അതിര് കടന്ന് ദൈവം തൊട്ട് ശാപം ഇറങ്ങി. അതിര് കടക്കരുതേ, ശാപം വരും. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന പഴയ നിയമ പുസ്തകത്തിൽ ജോഷുവ 7:21 ആഗാൻ അതിര് കടന്ന് ദൈവത്തിന്റെ കൽപ്പന. ശാപമായതിനെ നീ തുടരുത്. തൊട്ടത് മാത്രമല്ല, മോട്ടിച്ച് മണ്ണിന്റെ അടിയിൽ കുളിച്ചിട്ട് അവന്റെ ജീവിതത്തിൽ ശാപം കടന്നു വന്ന് ശാപമരണമായി മാറി ജനം കല്ലെറിഞ്ഞവനെ കൊന്ന്. അതേപോലൊരു തെറ്റാണ് പുതിയ നിയമഭാഗത്ത് സക്കായി ചെയ്തത്. ലൂക്കോസ് 19 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ചതിച്ച് സമ്പത്ത് കൂട്ടി. ആമേൻ. അതിര് കടന്ന ജീവിതം മരണയോഗ്യനാണ്. ഞാൻ പ്രസംഗിക്കുന്ന എന്റെ രക്ഷിതാവ് അവന്റെ ഭവനത്തിൽ കടന്നുപോയി അവനെ രക്ഷിച്ച്. ഹല്ലേലൂയ. യാക്കോബ് ലേഖനം 2:13 നമ്മെ പഠിപ്പിക്കുന്ന കരുണ വിധിയെ ജയിച്ച് പ്രശംസിക്കുന്ന, കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്ന. ആഗാന്റെ വീട്ടിൽ ന്യായവിധി കടന്നു വന്ന് അവൻ മരിക്കേണ്ടി വന്ന് അതിരുവിട്ടപ്പോൾ സക്കായി അതിരുവിട്ടിട്ടും എന്റെ ദൈവം അവന്റെ ഭവനത്തിൽ കടന്നുപോയി അവനെ രക്ഷിച്ച് സാക്ഷിയായി നിർത്തി. അതിര് വിട്ട് ജീവിക്കുന്ന ജനമേ, അത് മുഖാന്തരം പാപ ചുമടുമായി എത്തിയിരിക്കുന്നവനെ 2 കൈയും നീട്ടി രക്ഷിതാവിനെ സ്വീകരിക്കുക. 2 കൈയും വെട്ടി അപ്പനെ സ്വീകരിക്കുക. Let us not reject him. Let us not reject him. നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം ഒഴുകും, നല്ലൊരു ആശീർവാദം വരും. ആമേൻ. ഹല്ലേലൂയ. 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 ഇമ്പമുള്ള ജീവിതമോ ഏറെടന മാനങ്ങളും തുമ്പമറ്റ സൗഖ്യങ്ങളും ചോടിക്കൊണ്ടിയാൻ നിന്റെ ഗീതം പോലെ എന്നെ നിത്യം ആടീടേണ
அந்தகார கைகளை உயர்த்தி கைகளை தட்டி ஆமென். எந்தோ நீ பேச்சிடுமோ எல்லாமே நீ காசிவானம் நின்றே இடம் போல என்னே நித்தியம் நாடமே எம்பமுள்ள ஜீவிடம் ஏறடான டி 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 சாபம் அடைச்சு வச்சிருக்கின்ற கர்ப்பங்கள் இயேசுவின் நாமத்தில் இப்போ திறக்கப்படுது. It is open. God is doing a good blessing for you. சாபம் தலைமுறையாய் அடைச்சு வச்சிருக்கின்ற சகோதரங்களுடைய கர்ப்பங்களை சொர்க்கத்திலே தெய்வத்தின் கரம் இறங்கி திறக்குன்னுடா தீ வியாபரிக்கின்ற ஜீவன்ற கரம் ஆமென் 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 ஆமென். அல்லேலூயா அல்லேலூயா அல்லேலூயா. ஆறாமது 1 கொரிந்தியர் 16:22 பவுலப்போஸ்தலன் கொரிந்து சபைக்கு லேகனம் எழுதுன்னு கர்த்தாவின சிநேகிக்காட்ட எவனும் சபிக்கப்பட்டவன். ദൈവത്തെ സ്നേഹിക്കുക, യേശുവിനെ സ്നേഹിക്കുക. നിന്റെ കുടുംബത്തിൽ അനുഗ്രഹം ഒഴുകും. ഹല്ലേലൂയ. ഒഴുകും. എന്റെ മൂത്ത കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോൾ ഒരു ചോദ്യം, ഇപ്പോഴും ഈ ദൈവത്തെ നീ സ്നേഹിക്കുന്നു? എന്റെ മറുപടി, ഞാൻ വേറെ എവിടെ പോകും? ഈ ദൈവം അല്ലാതെ നമുക്ക് പോകുവാൻ വേറെ ഇടം എവിടെ ഉണ്ട്? എന്റെ ദൈവം കടന്നു വന്ന് ഒരു കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് 2 മക്കളെ ദൈവം തന്നു. പെണ്ണിന് പെണ്ണ്, ആണിന് ആണ്. ദൈവത്തെ സ്നേഹിക്കുക, അനുഗ്രഹം ഒഴുകും. 1 കൊരിന്തിയർ 16:22 கிறிஸ்துவினை சிநேகிக்காதவன் சபிக்கப்பட்டவன். ஒரு அம்மா ஒரு 29-30 வயசுல ஒரு ചെറുപ്പക്കാരനെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവന്ന്, അങ്കിൾ ഞാൻ തകർന്നു പോയി. ആ ചെറുപ്പക്കാരൻ നിലവിളിച്ചു, അങ്കിൾ എന്റെ ജീവിതം തകർന്നു പോയി, ഞാൻ ആത്മഹത്യ ചെയ്യും. ടെൻഷൻ അടിക്കാതെ അനുജ കാര്യം പറ. ഞാനൊരു 100 പെണ്ണ് കണ്ടു, ആർക്കും എന്നെ ഇഷ്ടമില്ല. ഒരു 100 പെണ്ണ് കണ്ടു, ആർക്കും എന്നെ ഇഷ്ടമില്ല. അവസാനം കണ്ട പെണ്ണ് എന്നെ മാറ്റി നിർത്തിയിട്ട് സ്വന്തം അപ്പനോട് പറഞ്ഞ്, ഇവനൊരു കോമാളിയെ പോലെ ഇരിക്കുന്നു. അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ആത്മഹത്യ ചെയ്യും. ഞാനൊന്ന് സൂക്ഷിച്ചു നോക്കി. എടാ അനുജ, നിന്നെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ? ഒരിക്കൽ കണ്ട മറക്കത്തില്ല, നീ തലയെ മൂടിയിട്ട് പോയാലും ഞാൻ മറക്കത്തില്ല. 15 ആണ്ടുകൾക്ക് മുമ്പ് ഒരു ജനുവരി ഫെബ്രുവരി മാസത്തിൽ എന്റെ മുമ്പിൽ പ്രാർത്ഥനയ്ക്ക് SSLC പരീക്ഷ എഴുതുവാൻ പ്രാർത്ഥനയ്ക്ക് കടന്നു വന്നപ്പോൾ ഞാൻ എന്റെ സ്വന്തം അനുജനോട് പറയുന്നത് പോലെ പറഞ്ഞ്, ഫെബ്രുവരി മാസം SSLC പരീക്ഷ എഴുതുന്നവർക്ക് പ്രാർത്ഥന ഉണ്ട്, നീ കട്ടായം കടന്നു വരണം. അവന്റെ ഉള്ളിൽ അവൻ ചിന്തിച്ച് ആള് കൂട്ടാനുള്ള പരിപാടിയാണ്. പിന്നെ കണ്ടിട്ടേ ഇല്ല. എന്റെ വാക്കല്ല അവൻ തള്ളിക്കളഞ്ഞത്, എന്റെ രക്ഷിതാവിന് അവൻ തള്ളിക്കളഞ്ഞു. ഞാൻ ചോദിച്ച്, തമ്പി, ഈ പെണ്ണിന് നീ കണ്ടിട്ടില്ല, ഇവൾക്കൊരു പിന്ന് നീ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല,
ഒരു ഫ്രാക്ക് നീ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ഈ പെണ്ണിനും നിനക്കും ഒരു ബന്ധവുമില്ല. നിന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ഇത്ര വേദന ഉണ്ടെങ്കിൽ നിന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്നെ ഉരുവാക്കി നിനക്ക് എല്ലും പല്ലും ജീവനും തന്ന് ഒരു ഡാമേജും വരാതെ ജീവനോട് പ്രസവിച്ചെടുത്ത് ഇത്ര തടിയാക്കി ഇത്ര വളർത്തി നിന്നെ വിട്ടിരിക്കുന്ന എന്റെ ദൈവത്തെ തള്ളിക്കളഞ്ഞപ്പോൾ അവന്റെ ദുഃഖം എത്രമാത്രം ആ ദുഃഖമാണ് ശാപമായി ഉടലെടുത്തിരിക്കുന്നത്. 100 അല്ല, നീ 1000 പെണ്ണുങ്ങളുടെ കാല് പിടിച്ചാലും നിനക്ക് കുടുംബജീവിതം നടക്കത്തില്ല. ടുഡേ, ഇന്ന് ദൈവം തന്നിരിക്കുന്ന അവസാന നാൾ. അവന്റെ മുമ്പിൽ വീഴുക. ക്രിസ്തുവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. അവസാനം ഒരു മനുഷ്യ ജീവിതത്തിൽ ശാപം എങ്ങനെ വരുന്നു? ഒന്നാമത്, പ്രിയമുള്ളവരെ, അവന്റെ കയ്യിരിപ്പ് കൊണ്ട് മറ്റാരെയും പഴി സാരരുത്. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഗലാത്യർ 6-ാം അധ്യായം 7-ാം വചനത്തിൽ, യോബുവിൻ പുസ്തകം 4-ാം അധ്യായം 8-ാം വചനത്തിൽ, റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6-ാം വചനത്തിൽ, 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാം വചനത്തിൽ, 2 കൊരിന്ത്യർ 11-ാം അധ്യായം 15-ാം വചനത്തിൽ, 1 തിമോത്തിയോസ് 5-ാം അധ്യായം 24-ൽ, റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 23 അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം ഉടനെ ഉണ്ടാകും. ഉടനെ ഉണ്ടായില്ലെങ്കിലും ക്രമേണയെങ്കിലും ഉണ്ടാകും. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 2 രാജാക്കന്മാർ 2-ാമത്തെ 23-ാം വചനത്തിൽ താനുണ്ട്, തന്റെ ദൈവവേലയുണ്ട്, തന്റെ ദൈവമുണ്ട് എന്ന് ക്രമമായി ജീവിക്കുന്ന പ്രവാചകൻ എലീശയെ കണ്ടപ്പോൾ കുറച്ച് ചെറുപ്പക്കാർ ഉരസാൻ തുടങ്ങി. 2 രാജാക്കന്മാർ 2-ാമത്തെ 23-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന കർത്താവിന്റെ അഭിഷക്തനെ കണ്ട് പരിഹസിച്ച്, ഏ മൊട്ടത്തലയാ. എലീശ ദൈവത്തിന്റെ അധികാരത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഉള്ളു തുറന്ന് ശപിച്ച്. He cursed the young men. വാ തുറന്ന് ശപിച്ച്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ 6 മാസം കഴിഞ്ഞല്ല, അപ്പോൾ 2 പെൺകരടികൾ വന്ന് 42 പേരെ കീറിക്കളഞ്ഞു. വളരെ കഷ്ടം സഹിച്ചാണ് ഞാൻ ദൈവവേല ചെയ്യുന്നത്. 8-10 മണിക്കൂർ അധ്വാനിച്ച്. ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു. ഒരു സ്ത്രീയോട് നമ്മുടെ കൂട്ടായ്മയ്ക്ക് വരുന്ന ഒരു ദൈവഭക്ത, നിന്റെ ഭർത്താവ് കള്ളുകുടി മാറണമെങ്കിൽ സുന്ദർ സിംഗ് നടത്തുന്ന പ്രാർത്ഥന കൂട്ടത്തിക്ക് വാ എന്ന് വിളിച്ചപ്പോൾ മക്കളുള്ള അഹങ്കാരത്തിൽ ആ സ്ത്രീ പറഞ്ഞ്, അവന് കുട്ടികളെ കിട്ടിട്ട് അന്ന് വരാം. അപ്പോൾ ആ സെക്കൻഡിൽ അവളുടെ ഏക സന്താനം അന്ന് മരിച്ചു. The same day. ശാപം. എന്റെ ദൈവം എന്റെ കണ്ണിനീർ കണ്ടി ഞങ്ങൾക്കൊരു തലമുറയെ തന്ന്. കൃപ. ഞാൻ പറയുന്നത്, കർത്താവിന്റെ അഭിഷക്തനോട്, പ്രാർത്ഥനക്കാരനോട് ഉരസിക്കളയരുത്. ഉടനെ ശാപമിറങ്ങും. അവനവന്റെ കയ്യിരിപ്പ് കൊണ്ട് ശാപം. 2ാമത്, ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന നിന്റെ ദുഷ്പ്രവൃത്തി നിന്റെ 3-ാം തലമുറയിൽ 4-ാം തലമുറയിൽ, പുറപ്പാട് പുസ്തകം 20:5 3-ാം 4-ാം തലമുറകളിൽ ശാപമായി ദൈവം സന്ദർശിക്കും. കാര്യം നിന്നോട് മാത്രം തീർന്നതല്ല, നിന്റെ തലമുറയെ കർത്താവിന്റെ കരം സന്ദർശിക്കും.
ന്യായാധിപൻ പിലാത്തോസിന്റെ മുമ്പിൽ കള്ളനും ദുഷ്ടനും ബറബ്ബാസ് ഒരു ഭാഗത്ത്, നീതിമാനായ രക്ഷിതാവ് യേശു ഒരു ഭാഗത്ത്. രണ്ടുപേരെയും തട്ടിച്ചു നോക്കി വിധികൽപ്പിച്ചപ്പോൾ തന്റെ ഭാര്യ പിലാത്തോസിന് ഒരു ദൂത് അറിയിച്ച്, ഇവൻ നീതിമാൻ, അവൻ കള്ളൻ. യേശു നീതിമാൻ. Kindly do not intervene on this righteous man. You will face the result. ഈ നീതിമാന്റെ കാര്യത്തിൽ എന്റെ പൊന്നു ഭർത്താവേ ഇടപെടരുത്. അവൻ തീയാണ്, അവൻ തീയാണ്, അത് നീ അനുഭവിക്കും. ഇത് കേട്ടപ്പോൾ അവൻ ഭയപ്പെട്ട് കൈ കഴുകി. അടുത്തുള്ള വചനങ്ങൾ നമ്മ പഠിപ്പിക്കുന്നു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല എന്ന് പറഞ്ഞപ്പോൾ ജനമാർത്ത് വിളിച്ച്, മത്തായി സുവിശേഷം 27-ാം അധ്യായം 25-ാം വചനത്തിൽ ജനം ഇപ്രകാരം ആർത്തു വിളിച്ച്, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ, ശാപം തുടർന്ന് പിടിക്കട്ടെ. യേശുവിന്റെ മേലുള്ള രക്തം, ആ പഴി ഞങ്ങളുടെ മേലും ഞങ്ങളുടെ പിൻതലമുറയിലും വരട്ടെ. നീ ചെയ്യുന്ന പാപം, നീ കാട്ടുന്ന കടുങ്കൈ നിന്റെ ജീവിതത്തോട് മാത്രം നിൽക്കുന്നില്ല, പിൻതലമുറയെ പിടിച്ചു ഉലുക്കും. ആമേൻ, ആമേൻ. AD 70 ആണ്ടുകൾ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ കാര്യം അതുപോലെ സംഭവിച്ചു. ഏപ്രിൽ മാസം ടൈറ്റസ് സീസർ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, സൈന്യം കൊണ്ടുവന്ന് ജെറുസലേം പട്ടണത്തെ ഉപരോധിച്ച് ചരിത്ര പുസ്തകങ്ങൾ നമ്മ പഠിപ്പിക്കുന്നു. ആ ഉപരോധം 5 മാസങ്ങൾ നീണ്ടു നിന്ന് അവൻ ആദ്യം ചെയ്തത് അപ്പോസ്തല പ്രവൃത്തികൾ 21-ാം അധ്യായം 30-ാം വചനത്തിൽ പൗലോസിന് പ്രസംഗം മതിയാക്കാൻ കൽപ്പിച്ച് ജെറുസലേം ദേവാലയത്തിൽ നിന്ന് പിടിച്ച് ഇളുത്ത് പുറത്താക്കി. ജെറുസലേം ദേവാലയത്തിന്റെ ഏത് വാർഡിൽ കള്ളഭക്തന്മാർ അടച്ചു കളഞ്ഞുവോ ആ വാർഡിൽ AD 70 ആഗസ്റ്റ് മാസം 27-ാം തീയതി ടൈറ്റസ് സീസർ തീ വച്ച് നശിപ്പിച്ച് ദേവാലയവാതിൽ. ഉപരോധത്തിന്റെ അവസാനം ജെറുസലേം പട്ടണം പൂർണ്ണമായി അവൻ കത്തിച്ച് ഭസ്മമാക്കി. ഹീറോദാവ് ചക്രവർത്തിയുടെ അരൺമനയിലെ ഉയർന്ന 3 കൂടാരങ്ങൾ ഒഴിയെ ജെറുസലേം പട്ടണം സമ്പൂർണ്ണമായി ഭസ്മമായി. സംഭവിച്ചത് ചരിത്ര പുസ്തകങ്ങളിൽ അണ്ടർലൈനിട്ട് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. 13,56,000 യഹൂദന്മാരെ ചില ദിവസങ്ങളിൽ ടൈറ്റസ് സീസർ കൊന്ന്. ചരിത്രത്തെ നടുപ്പിക്കുന്ന സംഭവം, ചരിത്രത്തെ പിടിച്ചു കുലുക്കുന്ന സംഭവം. ഏകദേശം 14 ലക്ഷം യഹൂദന്മാർ അവൻ കൊന്ന് രക്തമാറായി ഓടി. ലോക ചെറുപ്പക്കാരിൽ യഹൂദ ചെറുപ്പക്കാർമാർ സൗന്ദര്യമുള്ളവർ. 97,000 യഹൂദ ചെറുപ്പക്കാരന്മാരെ അടിമകളായി പിടിച്ച് സീലടിച്ച് ഈജിപ്ത് അടിമച്ചന്തയിലേക്ക് കപ്പലിൽ കടത്തി. യേശുവോട് കാണിച്ച ക്രൂരതയുടെ പഴി, ആഫ്റ്റർ ഇഫക്റ്റ് ഞങ്ങളുടെ തലമുറയിൽ വരട്ടെ. ആ ശാപം വന്ന് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ശാപം നിന്നെ ഇട്ട് ഉരുട്ടുമ്പോൾ പിടിച്ചു ഉരുട്ടുമ്പോൾ ചിലർ ദൈവസന്നിധിയിൽ അടുക്കുവാൻ മടി കാണിക്കുന്ന ചിലർ പറഞ്ഞ് രക്ഷപ്പെടുന്ന എന്താണെന്നറിയാമോ? ദിസ് ഈസ് അവർ ഫേറ്റ്, ദിസ് ഈസ് അവർ ഫേറ്റ്, ഇത് ഞങ്ങളുടെ വിധി എന്ന് പറഞ്ഞ് കിടന്ന് ഉരുളും. വിധിയല്ല നിന്റെ കയ്യിരിപ്പ്, വിധിയല്ല. നിനക്കൊരു സദ്വർത്തമാനം പറയട്ടെ. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന നെഹെമ്യ 13:2, ആവർത്തനം 23:5 നമ്മുടെ ദൈവം ആ ശാപത്തെ അനുഗ്രഹമാക്കി തരുന്ന ദൈവമാണ്. ആമേൻ.
நீ விதி എന്ന് എഴുതി വച്ചിരിക്കുന്ന ശാപ കൂടാരങ്ങളും നിർത്തു നോക്കി ദൈവമൈതലെ നിനക്ക് അനുഗ്രഹമാക്കി തരുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇത് നിങ്ങളുടെ വിധി, ഇത് നിങ്ങളുടെ വിധി. രക്ഷപ്പെടുവാൻ മടി, പ്രാർത്ഥനയ്ക്ക് വരാൻ മടി, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ മടി വിധിയല്ല, നിന്റെ മടിയാണ്. ഏത് വിധിയെയും തലകീഴായി മാറ്റി അനുഗ്രഹിക്കുവാൻ നമുക്കൊരു ദൈവമുണ്ട്. അവന്റെ പേരാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഈ ഭൂമിയിലുള്ള സകലവും എന്റെ ദൈവം സൃഷ്ടിച്ചതാണ്, മുള്ള് ഒഴികെ. ആമേൻ. വാ തുറന്ന് പറയുമോ? മുള്ള് ഒഴികെ എല്ലാം എന്റെ ദൈവം ഉണ്ടാക്കിയതാണ്. കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 17-18 ആദാം ദൈവത്തോട് മത്സരിച്ചപ്പോൾ സ്വർഗം തുറന്ന് ദൈവം ഭൂമിയെ ശപിച്ച് ശാപത്തിന്റെ അടയാളമായി മുള്ള് മുളച്ചു. ആമേൻ. ശാപത്തിന്റെ അടയാളം മുള്ള്, ശാപത്തിന്റെ അടയാളം മുള്ള്. യേശു കർത്താവ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അവസാനം യോഹന്നാൻ 19:2 ആ മുള്ളു കൊണ്ടുള്ള ഗ്രീഡം മെടഞ്ഞ് സേവകന്മാർ യേശുവിന്റെ ശിരസിൽ വെച്ച് ശാപത്തിന്റെ അടയാളം യേശുവിന്റെ ശിരസിലായി. അതാണ് ഗലാത്യർ 3:13 പൗലോസ് എഴുതുന്ന, ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്ന് അവൻ ശാപമായി തീർന്നെങ്കിൽ നീ ശാപമായി തീരേണ്ട, നീ അനുഗ്രഹമായി തീരണം. യേശുവിൽ വന്നവർക്ക് അനുഗ്രഹമാണ്, അത് നല്ലൊരു അനുഗ്രഹമാണ്. നമുക്ക് എഴുന്നേൽക്കാം. ഹല്ലേലൂയ. വാ തുറക്കാം, കൈകളെ ഉയർത്തി കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവേ. അഭിഷേക തീ ഇറങ്ങുന്നു, പുതു ശക്തി വ്യാപരിക്കുന്നു. എല്ലാവരും 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 വാ തുറന്ന് സന്തോഷത്തോട് ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. നന്ദി, 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 നന്ദി. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. കൈകൾ ഉയരട്ടെ, കൈകൾ ഉയരട്ടെ, കൈകൾ ഉയർത്തി ജീവിതം കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കുക, ജീവിതം യേശുവിന് ഏൽപ്പിച്ചു കൊടുക്കുക. നിന്റെ സമ്പൂർണ്ണ ജീവിതവും കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കുക. ഇപ്പോൾ 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 നിനക്ക് വേണ്ടി ശാപമായി തീർന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. നല്ലൊരു അനുഗ്രഹം നിനക്ക് ദാനം ചെയ്യുവാൻ, നല്ലൊരു അനുഗ്രഹം ദൈവ പൈതലേ നിനക്ക് ദാനം ചെയ്യുവാൻ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നിൽ നൂലോ ചരടോ തകടോ കെട്ടിയിട്ടുണ്ടെങ്കിൽ പൊട്ടിച്ചു കളയുക, പൊട്ടിച്ചു കളയുക. ഒരു ആൾ ദൈവവും നിന്നെ രക്ഷിക്കുകയില്ല. ആമേൻ. ഒരു പുണ്യവാളന് നിന്നെ രക്ഷിക്കുകയില്ല. യേശു ഒഴികെ ഒരുത്തനും നിന്നെ രക്ഷിക്കുകയില്ല. വാ തുറന്നാട്ടെ, വാ തുറന്നാട്ടെ. കൈകൾ ഉയർത്തി കൈകളെ തട്ടി, കൈകൾ ഉയർത്തി കൈകളെ തട്ടി. ആമേൻ. പുതു ശക്തി വ്യാപരിക്കുന്നു, പുതു ശക്തി വ്യാപരിക്കുന്നു, പുതു കൃപ വ്യാപരിക്കുന്നു. എല്ലാരിലും എല്ലാരിലും അപ്പാ എന്ന് നിലവിളിക്കുക, അപ്പാ എന്ന് നിലവിളിക്കുക, അപ്പാ എന്ന് നിലവിളിക്കുക, അപ്പാ എന്ന് നിലവിളിക്കുക, അപ്പാ എന്ന് നിലവിളിക്കുക. യേശുവേ, 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 യേശുവേ,
യേശുവേ എന്നെ രക്ഷിക്കണമേ, എന്നെ രക്ഷിക്കണമേ, എന്നെ രക്ഷിക്കണമേ. വാ തുറന്നാട്ട്, വാ തുറന്നാട്ട്. എന്നെ അനുഗ്രഹിക്കണമേ. വാ തുറന്ന് നിലവിളിക്കുക, വാ തുറന്ന് നിലവിളിക്കുക. യേശുവേ, കൈകൾ ഉയരട്ടെ, ഉയർത്തിയ കരങ്ങൾ തട്ടി. യേശുവേ എന്നെ രക്ഷിക്കണമേ, എന്നെ രക്ഷിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. എന്റെ ശാപം മാറ്റിത്തരണമേ, എന്റെ ശാപം മാറ്റിത്തരണമേ, എന്റെ ശാപം മാറ്റിത്തരണമേ. അഗ്നി ഇറങ്ങുന്നു, അഗ്നി ഇറങ്ങുന്നു. ഉള്ളു തുറക്കുക, ഹൃദയം തുറക്കുക. ഹൃദയത്തിൽ വാളുന്ന ഹൃദയത്തിൽ വാളുന്ന സമ്പ്രദായം, ഹൃദയത്തിൽ വാളുന്ന ലോകത്തിന്റെ രീതി, ഹൃദയത്തിൽ വാളുന്ന ആൾ ദൈവം, ഹൃദയത്തിൽ വാളുന്ന സമ്പ്രദായം, ഹൃദയത്തിൽ വാളുന്ന പുണ്യവാളൻ, ഹൃദയത്തിൽ വാളുന്ന കൈക്കൂലി കള്ള്, ഹൃദയത്തിൽ വാളുന്ന വിഗ്രഹം, ഹൃദയത്തിൽ വാളുന്ന മനുഷ്യ ഉപദേശം, ഹൃദയത്തിൽ വാളുന്ന ജഡരക്തങ്ങളുടെ വെളിപ്പാട്, ഹൃദയത്തിൽ വാളുന്ന പഞ്ചേന്ദ്രിയങ്ങൾ മുഖാന്തരം ഗ്രഹിച്ച ചില അറിയിപ്പുകൾ വിട്ടുകളയുക. വാ തുറക്കാം, വാ തുറക്കാം, വാ തുറക്കാം. കൈകൾ ഉയർത്തി, കൈകൾ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. സ്വർഗം തുറക്കുന്നിട, സ്വർഗം തുറക്കുന്നിട. നിങ്ങളിൽ 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏൽപ്പിച്ചു കൊടുക്കുക, ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുക, ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുക. ഒരേ ഒരു ജീവിതം. മൈ ബ്രദർ ആൻഡ് സിസ്റ്റർ, യു ആർ നോട്ട് ഗോയിങ് ടു ബി born again in this world. ഈ ഭൂമിയിൽ നീ വീണ്ടും മനുഷ്യനായി ജനിക്കാൻ പോകുന്നില്ല. ദൈവം കരുണയാൽ തന്നിരിക്കുന്ന ഒറ്റ ജീവിതം ഏൽപ്പിച്ചു കൊടുത്താട്ടെ, യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഇനി പാപം ചെയ്യരുത്, ഇനി ദുഷ്പ്രവൃത്തി ചെയ്യരുത്. നന്ദി, നന്ദി, നന്ദി യേശുവേ, നന്ദി യേശുവേ. കേട്ട വചനത്തിനായി നന്ദി, നന്ദി. മിസ്റ്റർ മോഹൻദാസ് പാപജീവിതം വിട്ടുവരിക. ഗായത്രി, സിസ്റ്റർ ഗായത്രി, you have come here today for a marriage proposal. ഒരു വിവാഹ ജീവിതത്തിൽ അത്ഭുതം നടക്കുവാൻ വേണ്ടി വന്നിരിക്കുന്ന ഗായത്രി, സിസ്റ്റർ ഗായത്രി, യേശുവിന് നിങ്ങൾ ആവശ്യമുണ്ട്. യേശുവിന് നിങ്ങളുടെ പിൻതലമുറ ആവശ്യമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന വിഷയം ദൈവം സെറ്റിലാക്കി തരും. നിങ്ങളുടെ പിൻതലമുറ എന്റെ ദൈവത്തെ സേവിക്കാൻ പോകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ കാണിച്ചു കൂട്ടിയ പ്രവൃത്തി മുഖാന്തരം നിങ്ങളുടെ തലമേൽ ഇരുന്ന ശാപം യേശു തുടച്ചു മാറ്റുന്നു. മകളെ, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. കൈകളെ ഉയർത്തി, കൈകളെ തട്ടി ആത്മാവിൽ നിറഞ്ഞ് ആരാധിപ്പേ. കൃപ, 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 കൃപ. കട്ടികൾ മാറുന്നു യേശുവിൻ നാമത്തിൽ. മുളകൾ തെറിക്കുന്നു യേശുവിൻ നാമത്തിൽ. ശരീരം മുഴുവൻ തടിച്ച് വർണ്ണമായി, റെഡിഷ് കളറിൽ, ചുവപ്പ് കളറിൽ തടിച്ച് വർണ്ണമായി, പഴുപ്പും രക്തവും ഒലിക്കുന്ന രീതിയിൽ, ഇതിന് മരുന്നില്ല എന്ന് വിധി കൽപ്പിക്കിട്ട അവസ്ഥയിൽ നിലവിളിക്കുന്ന 6 പേര് യേശു തൊടുന്ന്, യേശു സൗഖ്യമാക്കുന്നു.
അഗ്നി വ്യാപരിക്കുന്നു. നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം, നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ഇന്ന് 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 ഇപ്പോൾ. റഗാലദണ്ഡനദബ റഗാലദണ്ഡനദബല ജബറശാലദണ്ഡനദബ. കൃപ 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 കൃപ. യേശുവേ, ഇവരെ തകർക്കുന്ന ശാപം മാറിപ്പോകട്ടെ, ശാപം മാറിപ്പോകട്ടെ. അനുഗ്രഹത്തിന്റെ കൂമ്പാരം ഇവിടെ ജീവിതത്തിൽ ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ. വാ തുറന്ന് പ്രാർത്ഥിക്കുക, വാ തുറന്ന് പ്രാർത്ഥിക്കുക. ശാപം മുഖാന്തരം സ്വന്തമായി ഒരു പാർപ്പിടം ലഭിക്കാതെ, ശാപമുഖാന്തരം സ്വന്തമായൊരു പാർപ്പിടമില്ലാതെ എട്ടിരിക്കുന്ന അനേകരെ ശാപം മതിലായി തകർത്ത്, ശാപം മതിലെ തകർത്ത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നേ. ടീ 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 അഭിഷേക ടീ, അഭിഷേക ടീ, അഭിഷേക ടീ. ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക. നന്ദി 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 യേശുവേ, നന്ദി യേശുവേ. വാ തുറക്കുക, വാ തുറക്കുക, വാ തുറക്കുക, വാ തുറക്കുക, വാ തുറക്കുക. കർത്താവിന്റെ ആശീർവാദം, നല്ലൊരു ആശീർവാദം നിങ്ങളിൽ ഇറങ്ങുന്നു. വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ, ആത്മാവിൽ നിറഞ്ഞ് സ്തുതിക്കാട്ടെ. ഭാര്യ ഭർത്താവ് തമ്മിൽ പിണക്കം, അപ്പനും മക്കളും തമ്മിൽ പിണക്കം. ഐക്യത സ്വർഗത്തിലെ ദൈവത്തിന്റെ ദാനമാണ്. ആമേ. സമാധാന ഐക്യതയും നിങ്ങളുടെ ഭവനങ്ങൾ ഇറങ്ങുന്നിട, നിങ്ങളുടെ ഭവനങ്ങൾ ഇറങ്ങുന്നിട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാരമ്പര്യം പാരമ്പര്യമായി ഹൃദയരോഗം എന്നുള്ള രോഗമുഖാന്തരം ആൺതലമുറകൾ പകുതി വഴിയിൽ നഷ്ടമാകുന്ന 4 കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. ഹാർട്ട് അറ്റാക്ക് എന്നുള്ള ഓമന പേരിട്ട് ആൺതലമുറകൾ പകുതി വഴിയിൽ നഷ്ടമാകുന്ന അനേക കുടുംബങ്ങളിൽ ശാപക്കെട്ടുകളെ തകർത്ത് ദൈവം അനുഗ്രഹിക്കുന്നു, ദീർഘായുസ് നൽകുന്നു. അഗ്നി, അഗ്നി, അഗ്നി. പാരമ്പര്യ രോഗങ്ങൾ മാറുന്നു, പാരമ്പര്യ രോഗങ്ങൾ മാറുന്നു, ശാപം മാറുന്നു. ടീ 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 ടീ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ നീ കൊണ്ടുവന്ന രോഗം ഇന്നോട് വിട്ടുപോകട്ടെ. ക്യാൻസർ വിട്ടുപോകട്ടെ, വാദം വിട്ടുപോകട്ടെ, മിസ്കാരേജ് വിട്ടുപോകട്ടെ. ഒരു കുഞ്ഞ് പ്രസവിക്കുവാൻ ഹെൽപ്പില്ലാത്ത ഊമ്പ് ശക്തി പ്രാപിക്കട്ടെ. ഇപ്പോൾ ഇപ്പോൾ തകർന്ന വാൽവുകൾ, തകർന്ന ഗർഭം ശക്തി പ്രാപിക്കട്ടെ. ടീ 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 ടീ. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. തീ ഇറങ്ങുന്നു, ആത്മാവിന്റെ ശക്തി ഇറങ്ങുന്നു. നിങ്ങളിൽ, നിങ്ങളിൽ എല്ലാരിലും ശാപങ്ങൾ തകർന്നിടും യേശുവിന്റെ നാമത്തിൽ. ഭൂതങ്ങൾ വിട്ടോടിടോ യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നാമുഖാവകാശമേ. ഇനി ശോകമില്ല, ജയം നാമുഖാവകാശമേ. കൈകളെ ഉയർത്തി, കൈകളെ ഉയർത്തി, കൈകളെ ഉയർത്തി, കൈകളെ അടിശക്തിയോട് തട്ടി ആത്മാവിന്റെ നിറവിൽ പാടുക, പാടി ആരാധിക്കുക.
ശാപങ്ങൾ തകർന്നിടും യേശുവിന്റെ നാമത്തിൽ. ഭൂതങ്ങൾ വിട്ടോടിടോ യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നമുക്കവകാശമേ. ഇനി ശോകമില്ല, ജയം നമുക്കവകാശമേ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയ ജനമേ, ഉണർന്നിടുക. തന്റെ വേലകൾ തികച്ചു നാം ഒരുങ്ങിടുക. തന്റെ വേലകൾ തികച്ചു നാം ഒരുങ്ങിടുക. കാലമേറെ കാകളം നാം കേട്ടിടാം. കാലമേറെയില്ലല്ലോ കാകളം നാം കേട്ടിടാം. കണ്ടൻ വാരാ ആമേൻ നാമും പോകാറാ. കണ്ടൻ വാരാ കൈകൾ ഉയർത്തി നാമും പോകാറാ. ആത്മബലത്താലെ കോട്ടകൾ തകർത്തിടാം. രോഗം ദുഃഖം മാറിയിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നമുക്കവകാശമേ. ഇനി ശോകമില്ല, ജയം നമുക്കവകാശമേ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയ ജനമേ, ഉണർന്നിടുക. തന്റെ വേലകൾ തികച്ചു നാം ഒരുങ്ങിടുക. തന്റെ വേലകൾ തികച്ചു നാം ഒരുങ്ങിടുക. കാലമേറെയില്ലല്ലോ കാകളം നാം കേട്ടിടാം. കാലമേറെയില്ലല്ലോ കാകളം നാം കേട്ടിടാം. കണ്ടൻ വാരാ അഭിഷേക 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 നിറച്ചതിനായി നന്ദി. പരീക്ഷ എഴുതിയ യുവാക്കൾ, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവർ, പരീക്ഷ എഴുതുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, ഈ കുഞ്ഞുങ്ങളെ തൊട്ട് ദൈവം അനുഗ്രഹിച്ച് പറഞ്ഞയക്കുന്നതിനായി നന്ദി. ഇവരെയും ഇവർക്കുള്ളതിനെയും ദൈവം കാത്തുകൊള്ളണം. അപകടം ഇവിടെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കട്ടെ. അനർത്ഥം ഇവിടെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കട്ടെ. ദുർമരണമോ ആത്മഹത്യയുടെ ജീവിതം വിട്ട് മാറി നിൽക്കട്ടെ. കർത്താവ് കാത്തുകൊള്ളണം, അനുഗ്രഹിക്കണം. ഞങ്ങളുടെ വിലാസം: മിനിസ്ട്രി ഓഫ് ജീസസ്, പ്രയർ ഗാർഡൻസ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 20, നെയ്യാറ്റിങ്കര, തിരുവനന്തപുരം 695121. ഫോൺ 0471 222 0100.